ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വെബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി ഗെയിമിംഗ് ടൈപ്പ് ഒരു സ്മാർട്ട് ഫോണാണ്. മറ്റൊന്നല്ല, റിയൽമി GT2. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും പിന്നെ കുറച്ച് ഫെമിലൈസേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 39,990 ഓൾമോസ്റ്റ് 40K. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓഫറുള്ള കാരണം ഓൾമോസ്റ്റ് 26,000 നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു 8GB 128GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഒരു ഹെഡ്സെറ്റ്, ചാർജർ, USB, ഡാറ്റ കേബിൾ, സിം ഇജക്ടർ ടൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നല്ല ഒരു അടിപൊളി ബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു റിയൽമിയുടെ ഒരു പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് സിം ഇജക്ടർ ടൂളും അതിൻ്റെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു മൊബൈലിൽ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 888 5G പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ AMOLED E4 ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ മൊബൈലിൽ നമുക്ക് ജസ്റ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ സൈനിങ് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ നാവിഗേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണ്ട, ബട്ടൺ ആണോ, അതുപോലെ തന്നെ ഗസ്റ്റേഴ്സ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അൺലോക്ക് മെത്തേഡ്, ഫിംഗർ ടിപ്പ്, ഫേസ്, അതുപോലെ തന്നെ പാസ്വേഡ് കാര്യങ്ങളൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റിയൽമിയുടെ ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഈ ഒരു മൊബൈലിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത് സോണിയുടെ IMX 766 പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റിയൽമി 3.0 വേർഷനാണ്, അപ് ടു ഡേറ്റ് ആണ്. 128 GB വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 4GB വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അതായത് വിർച്വൽ റാം വഴി. അപ്പോൾ നമുക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Android 12 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു Android 12 കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP, അതുപോലെ തന്നെ ബാക്ക് ക്യാമറ വരുന്നത് 50 MP ഒരു ക്യാമറയും 8 MP 2 MP ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വൈഡ്, അൾട്രാ വൈഡ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് നൈറ്റ് മോഡാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോണിയുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കറിയാവുന്നതുള്ളൂ, അത്ര നല്ലൊരു കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിൽ 4K നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കണ്ടോ, 4K ഉണ്ട്, 720 1080p റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 4K മോഡാണ്. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഫർ പ്രൈസ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത് 25 ആ ഒരു റേഞ്ചാണ്, 24 സംതിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഉണ്ട്, പിന്നെ 50 MP ഡയറക്റ്റ് ഒരു ടാബ്, പിന്നെ വരുന്നത് ഫ്രണ്ട് ക്യാം, നേരത്തെ പറഞ്ഞ 16 MP. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്യാമറയുടെ ബാക്കിയുള്ള പ്രോ, പിന്നെ പെനോറമിക്, അൾട്രാ, മാക്രോ, മൂവി, സ്ലോ മോഷൻ, അങ്ങനത്തെ ടൈം ലാപ്സ്, അങ്ങനത്തെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂൾസ് വരുന്നത് റെക്കോർഡർ, കോമ്പസ്, കാൽക്കുലേറ്റർ, പിന്നെ ലോക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് ഗൂഗിളിൻ്റെ ആപ്സും കാര്യങ്ങളൊക്കെയാണ്, ജിമെയിൽ, മാപ്സ്, യൂട്യൂബ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ കോൾകോം സ്നാപ്ഡ്രാഗൺ 888 ഒക്ടാകോർ 2.84 GHz പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള നല്ലൊരു ഗെയിമിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി GT സീരീസ് GT2 മൊബൈലാണ്. കണ്ടോ, ഞാൻ നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓഫറൊക്കെ ഉണ്ട്. നമുക്കൊരു 24,000 സംതിങ്ങിന് നമുക്കിത് അവൈലബിൾ ആണ്. തുടക്കത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു 40,000 ഒക്കെയാണ് റേഞ്ച് വന്നിരിക്കുന്നത്. ഒരു 5000 mAh ബാറ്ററിയാണ് ഈ ഒരു മൊബൈലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ബാറ്ററിയൊക്കെ നല്ല അടിപൊളി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു മൊബൈൽ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളമാണ്. GT മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. GT മോഡും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് കുറയും, ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ബട്ടൺ നമുക്ക് സൈഡിലത്തെ
ലോങ് പ്രസ് ചെയ്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വോളിയം അപ്പ് ബട്ടണും അതുപോലെ തന്നെ ആ പവർ ബട്ടണും കൂടി ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റീസ്റ്റാർട്ട് ഷട്ട് ഡൗൺ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്പ്ലിറ്റ് സ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ്. അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ടോ. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ വിൻഡോസ്, നമുക്ക് ചെറിയ വിൻഡോസും കാര്യങ്ങളൊക്കെ പോപ്പപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ GT2-ൻ്റെ ജസ്റ്റ് നേരത്തെ കാണിച്ച ആ ഒരു അൺബോക്സിങ്ങിൽ കണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് കവറും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നേരത്തെ അത് കാണിച്ചൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് ഒരു സിം ഇജക്ടർ ട്യൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്. RMX 3312 എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സ്ലിം സ്ലോട്ട് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് റീബൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഡീറ്റെയിൽസും ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കയ്യിൽ കിട്ടിയത് കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒപ്പം കൊടുത്ത ഒരു അടിപൊളി ബാക്ക് കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് സൈഡ് വരുന്നത് ഒരു വൈറ്റാണ്, റിയൽമി ഡിസൈൻ ബൈ നാത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു സിൽവർ ആയിട്ടുള്ള ഒരു ഇത്, മുകളിൽ അതിൻ്റെ മൈക്കും താഴെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ വരുന്നത് താഴെ സ്ലിം സ്ലോട്ട്, ആ ഒരു ചാർജർ C2C ചാർജറല്ല വരുന്നത്. ഇതിന് വരുന്നത് നമുക്ക് USB to C ചാർജാണ് ടൈപ്പ് വരുന്നത് ചാർജിങ്ങിൻ്റെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു മോഡലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കുമ്പോൾ റിയൽമിയുടെ ആ ഒരു ആൻഡ്രോയിഡ്, പവർഡ് ബൈ ആൻഡ്രോയിഡ് ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൊബൈലിനെ ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ആ റിയൽമിയുടെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിതിൽ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ റീജിയൻ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, റീജിയൻ കൊടുത്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബാക്ക് കവറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള, സാധാരണ നമുക്ക് ആ ഒരു സിലിക്കോൺ ടൈപ്പ് വരുന്നത്, ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള കവർ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നല്ലൊരു ബാക്ക് കവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നത്. ചാർജറൊക്കെ അടിപൊളി സൂപ്പർ വോൾട്ട് എഴുതിയിട്ടുള്ള നല്ലൊരു ചാർജറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫാസ്റ്റ് ചാർജറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റിയൽമിയുടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താ നമുക്ക് വരുന്നത് ഒരു ടൈപ്പ് USB to C ടൈപ്പാണ് അതിൻ്റെ ചാർജർ കേബിളും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നവർക്ക് നല്ല ഒരു ക്വാളിറ്റിയുള്ള മൊബൈലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ ഇഷ്ടംപോലെ സ്മാർട്ട് സ്ലൈഡ് ബാക്ക്, അതുപോലെ തന്നെ ഡാർക്ക് ക്വിക്ക് റിട്ടേൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നെറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അതാണ് കൂടുതലും നമുക്ക് അതിൻ്റെ ഇതൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ വരുന്നത് സ്മാർട്ട് സ്ലൈഡ് ബാർ, അതിൻ്റെ ഇത് കാണുന്ന പോലെ നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കിഡ് സ്പേസ്, അതുപോലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് കിഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് സ്പേസ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കണ്ടോ, അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല ഒരു മൊബൈൽ തന്നെയാണ്. പിന്നെ വരുന്നത് സാമ്പിൾ മോഡും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഹൈ വോളിയം റിംഗ് ടോൺ, അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൾട്ടുവെയർ നോക്കുകയാണെങ്കിൽ നല്ല ഒരു മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ് ഈ റിയൽമിയുടെ GT. ഗെയിമിങ്ങിനൊക്കെ പറ്റിയ നല്ല ഒരു ഫോൺ തന്നെയാണ് GT സീരീസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഓൾറെഡി 9K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നിങ്ങളുടെ മൊത്തം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാരണമാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.
അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കൂടി കിടക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ടോപ്പ് സ്ലൈഡ് ബാർ വരുമ്പോഴുള്ള NFC GT മോഡ്, സ്ക്രീൻ കാസ്റ്റ്, അതുപോലെ നിയർ ബൈ ഷെയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ GT മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഹീറ്റപ്പും അതുപോലെ തന്നെ ബാറ്ററി കൺസംഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അതുപോലെ ഇതാണ് മെസ്സേജിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഇതാണ് കോളിൻ്റെ ചെയ്യാനുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ നല്ല റെസ്പോൺസീവുള്ള നല്ലൊരു ടച്ച് ഫോണും കാര്യങ്ങളൊക്കെയാണ്. AMOLED ഡിസ്പ്ലേ ഒക്കെ ആകുമ്പോൾ ഇത്രയും കൂടി കളേഴ്സ് വൈബ്രൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. ആ റിയൽമിയുടെ ആ ഒരു വൈറ്റിലുള്ള സിൽവർ ഇതൊക്കെ, പക്ഷേ ചെളിയാവാണ്ട് സൂക്ഷിക്കണം, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ ഒക്കെ നല്ല ഒരു ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നല്ലൊരു ക്യാമറയും തന്നെയാണ്.